ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് LSS എക്സാമിന് വേണ്ടിയിട്ടുള്ള ജനറൽ നോളേജ് ചോദ്യങ്ങളാണ് കേട്ടോ. ഇത് പാർട്ട് 1 ആണ്. ഇനി സ്കൂൾ വിഷയങ്ങൾക്ക് പുറമെ മാസത്തിൽ 3 GK വീഡിയോസ് നൽകും. അത് മക്കളെ എഴുതിയെടുത്ത് പഠിക്കണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2024 വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? അശോകൻ ചരുവിൽ. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏത്? തിരുവനന്തപുരം. 2024 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെ? മറാത്തി, ബംഗാളി, പാലി, പ്രാകൃത്, അസമീസ്. ഈ ഭാഷകളൊക്കെ സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് EVS ക്ലാസ് എടുക്കുമ്പോൾ പഠിക്കാം കേട്ടോ. നമുക്ക് EVS പഠിക്കാണ്ട്. ഇപ്പോൾ എത്ര ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു? 11. തമിഴ് 2004, സംസ്കൃതം 2005, തെലുങ്ക് 2008, കന്നഡ 2008, മലയാളത്തിന് പ്രത്യേകം ഓർത്ത് വെക്കണം 2013. ഒഡിയ 2014. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യചിഹ്നം കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. ഇതിൻ്റെ പേര് നീലു എന്നാണ്. മക്കളെ, നമ്മുടെ ചാനലിൽ എല്ലാ മാസവും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ വിടാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഇടവിട്ട ദിവസങ്ങളിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാം കേട്ടോ. ഇനിയും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. മക്കളെല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. എൻ്റെ മക്കളോട് പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ LSSൻ്റെ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോ യൂണിറ്റിനും ഓരോ വിഷയത്തിൻ്റെ ഓരോ യൂണിറ്റ് അനുസരിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. EVS ഒക്കെ 2 യൂണിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മക്കളതൊക്കെ പോയി കാണണേ. എക്സാമിനൊക്കെ കുറേ ദിവസം ഉണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എക്സാം അടുപ്പിച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമുക്ക് ആൻസർ ചെയ്യണം. ഓക്കെ അല്ലേ? നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അടുത്ത ചോദ്യം. 70ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ജേതാക്കൾ ആര്? കാരിച്ചാൽ ചുണ്ടൻ. 2023 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹയായത് ആര്? U. ആതിര. ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണിത്. ഏത് കൃതിക്കാണ് ലഭിച്ചത്? മഞ്ഞുരുകുമ്പോൾ. കേരള സ്കൂൾ കലോത്സവത്തിലെ മത്സര വിഭാഗമായി ഉൾപ്പെടുത്തിയ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ലളിത വിഭാഗമായ മാവിലൻ സമുദായത്തിൻ്റെ അനുഷ്ഠാന നൃത്തം മംഗലം കളി. തുളുവിലും മലയാളത്തിലുമാണ് ഇതിൻ്റെ പാട്ട്. ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. അവിടെ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് തുളു. ലോക തപാൽ ദിനം എന്ന്? ഒക്ടോബർ 9. ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10. സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ കേന്ദ്ര നിയമപ്രകാരം എത്ര രൂപയാണ് പിഴ? 1000. ഇപ്പോൾ എല്ലാവർക്കും സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും നിർബന്ധമാക്കിയിട്ടുണ്ട് അല്ലേ മക്കളെ? 3 ചോദ്യം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ബാക്കി 7 സാധാ GK ചോദ്യങ്ങളും ആയിരിക്കും. LSSനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ നൽകിയിട്ടുണ്ട്. എത്ര മാർക്കാണ് ലഭിക്കേണ്ടത്, LSSനെ പറ്റി മുഴുവൻ സംശയങ്ങളും അത് കേട്ടാൽ നിങ്ങൾക്ക് മാറിക്കിട്ടും. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകാം കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കാണണേ. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്കിൽ. ലഡാക്കിലെ ഹാൻലെയിലാണ്. 4300 മീറ്റർ ഉയരത്തിലാണ്. ലഡാക്കിൽ എത്ര ജില്ലകളുണ്ട്? 2. ഏതൊക്കെയാണ്? ലേ, കാർഗിൽ. അവസാനം രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏത്? തെലുങ്കാന. പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓർണിത്തോളജി. ടാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെ? കുലശേഖരപട്ടണം, തമിഴ്നാട്. ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി ഏത്? ഹൃദ്യം. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ട്. ഗവൺമെൻറ്റിൻ്റെ കുറേ പദ്ധതികളുണ്ട് കേട്ടോ. അതിലേതെങ്കിലും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഓരോ GK ക്വസ്റ്റ്യൻസിലും ഒക്കെ നൽകാം കേട്ടോ. സുഹൃതം, സ്നേഹസ്പർശം, അങ്ങനെ പല പദ്ധതികളുണ്ട്. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം നുസാന്തര. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ പദ്ധതി ഏത്?
ഗഗൻയാൻ. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ലൈഫ് മിഷൻ പദ്ധതി. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത്? പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്ത്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്ക് തരുന്നില്ലല്ലോ. എന്തേ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായില്ലേ? നമ്മുടെ ചാനലിൽ ഒരുപാട് ദിനാചരണ ക്വിസ് വീഡിയോസൊക്കെ നൽകിയിട്ടുണ്ട്. മക്കൾ ഒഴിവിനനുസരിച്ചൊക്കെ അത് പോയി കണ്ട് എഴുതിയെടുത്ത് പഠിക്കണേ. ഇതെന്തിനാണ് മക്കളോട് വീണ്ടും വീണ്ടും പറയണതെന്നറിയോ? നമുക്ക് 10 മാർക്കിനാണ് GK ക്വസ്റ്റ്യൻസ് വരിക. ഏത് മേഖലയിൽ നിന്നാണ് വരിക എന്നൊന്നും നമുക്കറിയില്ല. അപ്പം മക്കൾ കുറേശ്ശെ ദിവസങ്ങളുണ്ടല്ലോ, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു പാവപ്പെട്ടവൻ്റെ കഥകളി എന്ന് വിളിച്ച കലാരൂപം ഏത്? ഓട്ടൻതുള്ളൽ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏത്? ഓക്സിജൻ. സ്വീകരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട്. ഓക്കെ മക്കളെ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യണേ. അതിൽ ദിവസം കിട്ടുന്ന പത്രക്കട്ടിങ്സും വിവരങ്ങളൊക്കെ നൽകാറുണ്ട് കേട്ടോ. എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.